ഒരു ക്യാമറാമാനാകാൻ എന്ത് വേണം? ഒരു ക്യാമറ അല്ലേ? എന്നാൽ അതിനപ്പുറം ഒരു കണ്ണ് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ കണ്ണും കാഴ്ചശക്തിയൊന്നുമല്ല, ആത്മാർത്ഥമായൊരു മനസ്സ് മതി എന്നുള്ളതാണ് കോഴിക്കോടുകാരൻ ജിജേഷ് പറയുന്നത്. ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ട ജിജേഷ് എന്നൊരു മികച്ച ക്യാമറാമാനാണ്. ക്യാമറയുടെ A to Z കാര്യങ്ങൾ ജിജേഷിന് മനഃപ്പാടമാണ്. നമ്മൾക്കെല്ലാം പ്രചോദനമാണ് ജിജേഷ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജിജേഷിനെ കുറിച്ച് പറയാനുണ്ട്. നമസ്കാരം ജിജേഷ്. നമസ്തേ. എങ്ങനെയാ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയോ? നമ്മൾ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലാണ്. അതിന് കുറച്ച് വർക്കുകൾ ഉണ്ട്, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്യാമറ പഠിക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ വന്നത്? ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഈ ക്യാമറ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഐഫോണിൻ്റെ ക്യാമറകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്തുകൂടാ. അപ്പോഴാണ് നമ്മുടെ നെജ്മു സാറ് എന്നോട് വന്ന് പറയുന്നത്, ജിജേഷെ ഐഫോണിൻ്റെ കൂടെ നിനക്ക് സാധാരണ ക്യാമറയും കൂടി അറ്റാച്ച് ചെയ്ത് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഐഫോണിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്യാമറ എൻ്റെ ഡിസ്പ്ലേയിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ഐഫോൺ കൊണ്ട് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഫേസ് ഡിറ്റക്ഷൻ. അതുമാത്രമല്ല ബ്ലൈൻഡിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടച്ച് സ്ക്രീൻ ഡിവൈസ് കൊണ്ടുവന്ന് ആപ്പിൾ കമ്പനിയാണ്. ജിജേഷ് പലർക്കും പ്രചോദനമാണ്. ഇത്തരത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ മടിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രചോദനമാണ്. അവരോട് എന്താണ് പറയാം? സത്യം പറയണത് നമ്മളെ ഹാർട്ട് നമ്മൾ ഒരിക്കലും പറ്റിക്കില്ല, പക്ഷേ മൈൻഡ് ഈസ് എ മങ്കി. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നിങ്ങൾ മൈൻഡ് ചിലപ്പോൾ നമ്മളൊരു സാധനം കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെ ഇന്നർ ഹാർട്ടിൽ നിന്ന് തോന്നുകയാണെന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്നൊരു നമുക്കൊരു പ്രചോദനം ഉണ്ടാവും. അത് എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് ചെയ്യണം എന്നുള്ള മസ്റ്റായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. ജിജേഷ് പറഞ്ഞതുപോലെ ജിജേഷിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് നജ്മുദ്ദീൻ എന്ന ക്യാമറമാനാണ്. അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ജിജേഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും? ഇങ്ങനെ ഒരു ക്യാമറ ക്ലാസ് നൽകാനൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ഈ ബ്ലൈൻഡ്സിനുള്ള ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ടൊരു റിസർച്ചൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ നോക്കിയെന്നെങ്കിലും ജിജേഷ് ഒന്ന് ക്ലാസ്സിലൊക്കെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ആൾക്ക് ശരിക്കും ഇതിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ്, ഒരുപാട് ഐഡിയ ഉള്ള ആളാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ജിജേഷിനെ ഞാൻ ചൂസ് ചെയ്തിട്ട് പിന്നെ കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങോ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ജിജേഷിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഐഫോൺ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാമറ ഉപയോഗിച്ചിട്ട് പോർട്രേറ്റിൻ്റെ ശരിക്കും ഫ്രെയിം ചെയ്ത് പോർട്രേറ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ AI ഉപയോഗിച്ചിട്ട് നടന്നുകൊണ്ടൊക്കെ വ്ളോഗ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ ജിജേഷിന് പറ്റും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ശരിക്കും നമ്മൾ ആദ്യം ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ബ്ലൈൻഡ്സിന് ഇത് ഫോട്ടോഗ്രാഫി പറ്റുന്നുള്ളത് ആരും ആലോചിക്കുന്നില്ലെങ്കിലും ശരിക്കും ബ്ലൈൻഡ്സിനും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ ബിസിനസ്സോ അല്ലെങ്കിൽ ലൈഫൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണ് ശരിക്കും ഫോട്ടോഗ്രാഫി. ഇനിയും എത്താൻ കഴിയില്ലെന്ന് കരുതുന്ന കരകളിലേക്ക് ഒരു പാലം തുറന്നു വെക്കുകയാണ് ജിജേഷ്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊമ്പുകളെ ചെന്നുപിടിക്കാനുള്ള പ്രതീക്ഷയുടെ പാലം. ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം ശരത് SS റിപ്പോർട്ടർ.